ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ മലയാളം ലിറ്ററേച്ചർ പേപ്പർ 1 യൂണിറ്റ് 1 മലയാള ഭാഷയുടെ ആദിമമുഖം, അതിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ മൂലദ്രാവിഡം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷയിൽ നിന്നും ആവിർഭാവം. ഈ യൂണിറ്റ് 1 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ, അതുപോലെ തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം, കേരളപ്പാണിനിയുടെ 6 നയങ്ങൾ, അതുപോലെ പാട്ടുപ്രസ്ഥാനം, നിർവചനം, രാമചരിതം, പിൽക്കാല പാട്ടുകൃതികൾ, നിരണം കൃതികൾ, കൃഷ്ണഗാഥ. ഈ പാഠഭാഗങ്ങളിലെ മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ മൂലദ്രാവിഡം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷയിൽ നിന്നും ആവിർഭാവം എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് പൂർവ്വ തമിഴ് മലയാളം വാദം എന്തെന്ന് വിശദമാക്കുക. മലയാള ഭാഷാ രൂപീകരണത്തെ പറ്റിയുള്ള ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ അഭിപ്രായം സ്വീകാര്യമാണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ്രാവിഡ ഭാഷകളിൽ മലയാളം തമിഴിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്ന് നിരീക്ഷിച്ചവരിൽ പ്രമുഖർ ആരെല്ലാം? അവരുടെ നിരീക്ഷണങ്ങൾക്ക് ഉപോദ്ബലകമായ കാര്യങ്ങൾ എന്തെല്ലാം? ചർച്ച ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം സംസ്കൃതത്തിൽ നിന്നുണ്ടായ ഭാഷയാണ് എന്ന പണ്ഡിത അഭിപ്രായത്തെ വിമർശന വിധേയമാക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മൂലദ്രാവിഡ ഭാഷയിൽ നിന്നുണ്ടായ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ആരൊക്കെ? അവരുടെ വാദങ്ങൾ സംഗ്രഹിച്ച് അവ എത്രത്തോളം സ്വീകാര്യമാണ് എന്ന് പരിശോധിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയ്ക്ക് തമിഴുമായുള്ള ബന്ധത്തെ പറ്റി പി ഗോവിന്ദപിള്ള AR എന്നിവർ പുറപ്പെടുവിച്ച അഭിപ്രായത്തിന്റെ യുക്തി പരിശോധിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സംസ്കൃത ഹിമഗിരി ഗളിത, ദ്രാവിഡ ഭാഷ കളിന്ദ ജാമളിത എന്ന് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റി കോവുണ്ണി നെടുങ്ങാടി നിർണയിച്ചത് പിൽക്കാല ഭാഷാശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നുണ്ടോ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയുടെ ഉത്ഭവത്തെ പറ്റിയുള്ള LV രാമസ്വാമി അയ്യരുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മൂലദ്രാവിഡത്തിൽ നിന്നും നേരിട്ട് പിരിഞ്ഞു വന്നതാണ് മലയാള ഭാഷ എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവരുടെ വാദങ്ങളുടെ സ്വീകാര്യത പരിശോധിക്കുക. 2016 അതേപോലെ 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഉള്ളൂരിന്റെ അഭിപ്രായം എന്ത്? ചർച്ച ചെയ്യുക. 11th ക്വസ്റ്റ്യൻ, ഭാഷോൽപത്തി ചർച്ചയിൽ സംസ്കൃതജന്യ വാദക്കാർ ഉന്നയിക്കുന്ന പ്രധാന വാദമുഖങ്ങൾ എന്തെല്ലാം? 12ാമത്തെ ക്വസ്റ്റ്യൻ, മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ആരൊക്കെ? അവരുടെ വാദം സംഗ്രഹിക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷോത്ഭവത്തെ കുറിച്ചുള്ള ഗോദവർമ്മയുടെ അഭിപ്രായം വിലയിരുത്തുക. 14th ക്വസ്റ്റ്യൻ, FW എല്ലിസ് ദ്രാവിഡ ഗോത്ര പഠനത്തിനും മലയാള പഠനത്തിനും നൽകിയ സംഭാവന വിലയിരുത്തുക. 15th ക്വസ്റ്റ്യൻ, മലയാളത്തിനോട് ഔത്പത്തികമായി തമിഴിന് ബന്ധം കൽപ്പിക്കാനില്ലെന്നും അത് മൂലദ്രാവിഡത്തിൽ നിന്ന് നേരിട്ട് പിരിഞ്ഞു വന്നതാണെന്നും ചില പണ്ഡിതന്മാർ വാദിച്ചിട്ടുണ്ട്. അവരുടെ വാദങ്ങളുടെ സ്വീകാര്യത പരിശോധിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ് മലയാള ബന്ധത്തെ പറ്റി പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുള്ള വിഭിന്ന മതങ്ങൾ സൂചിപ്പിച്ച് സ്വാഭിപ്രായം വ്യക്തമാക്കുക. 2009 അതേപോലെ 2007 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഔത്പത്തികമായി തമിഴ് മലയാളങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഭിന്ന നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്, പര്യാലോചിക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണോ? ഉപന്യസിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ് മലയാളങ്ങൾക്ക് സമാനമായ ഒരു പൂർവ്വദശ ഉണ്ടായിരുന്നു എന്ന അഭിപ്രായം വിലയിരുത്തുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാഗ് ഭാഷാ സ്വഭാവങ്ങൾ തമിഴിനേക്കാൾ മലയാളത്തിലാണ് നിലനിൽക്കുന്നത് എന്നും അതുകൊണ്ട് മലയാള ഭാഷ മൂലദ്രാവിഡത്തിൽ നിന്ന് നേരിട്ട് വേർതിരിഞ്ഞു വന്നതാണ് എന്നും തമിഴിനോട് അത് ഔത്പത്തിക ബന്ധം കൽപ്പിക്കേണ്ടതില്ല എന്നും ചില ഭാഷാ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ നിരീക്ഷണം എത്രത്തോളം സ്വീകാര്യമാണ് എന്ന് പരിശോധിക്കുക. 21ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണ ദ്രാവിഡത്തിന്റെ സവിശേഷതകൾ ചൂണ്ടിക്കാണിച്ച് മലയാള ഭാഷയുടെ വ്യാവർത്തക ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദമാക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്കൃതജന്യമാണ് മലയാളം എന്ന വാദം അവതരിപ്പിച്ചതാര്? അതിന് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണങ്ങൾ ഏവ? 23ാമത്തെ ക്വസ്റ്റ്യൻ,
ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ദക്ഷിണ ദ്രാവിഡം എന്നൊരു ഉപവിഭാഗം കൽപ്പിക്കുന്നതിന് അടിസ്ഥാനമെന്ത്? ഈ ഉപവിഭാഗത്തിന്റെ ഭാഷാപരമായ സവിശേഷതകൾ എന്തെല്ലാം? ഓക്കെ, 2000 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം, കേരള പാണിനിയുടെ 6 നയങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പുരുഷഭേദ നിരാസം വിവിധ ഭാഷോൽപത്തി വാദങ്ങളിലെ നിഗമനങ്ങൾ എന്തെല്ലാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൂന്തൽ വാദവും 6 നയങ്ങളും താരതമ്യം ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അനുനാസികാ പ്രസരം മലയാള ഭാഷയിൽ സംഭവിച്ച ചരിത്രപരമായ ആഭ്യന്തര പരിണാമമാണ് എന്ന നിരീക്ഷണത്തെ വിമർശനാത്മകമായി വിലയിരുത്തുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, താലവ്യാദേശത്തിനു മലയാള ഭാഷയുടെ ഉൽപ്പത്തി ചിന്തയിൽ ഭാഗിക പ്രസക്തിയെ കൽപ്പിക്കാവൂ എന്ന നിരീക്ഷണത്തിന്റെ ഔചിത്യം എന്ത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരള പാണിനി നിർദ്ദേശിക്കുന്ന അനുനാസികാദി പ്രസരം തുടങ്ങിയ 6 നയങ്ങളും രാമചരിതത്തിൽ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടോ? പരിശോധിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, കൊടുന്തമിഴ് മലയാളമായി പരിണമിക്കുന്നതിനിടയിലുള്ള കാലത്തെ വ്യത്യസ്ത ഘട്ടങ്ങളിലായി AR വിഭജിക്കുന്നതിന്റെ യുക്തി പരിശോധിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, AR രാജരാജവർമ്മ അവതരിപ്പിക്കുന്ന 6 നയങ്ങൾ ഏതൊക്കെ? അവ കൊടുന്തമിഴിൽ നിന്ന് മലയാളമുണ്ടായി എന്ന് സ്ഥാപിക്കാൻ സമർത്ഥമാണോ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കൊടുന്തമിഴ് മലയാളം ആയതെങ്ങനെയെന്ന് കേരള പാണിനി ചർച്ച ചെയ്യുന്നു. ഭാഷാ സാഹിത്യ വികാസ ചരിത്രത്തിൽ ഘട്ടവിഭാഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ സൈദ്ധാന്തിക ചർച്ച പരിശോധിച്ച് മലയാളത്തിന്റെ വ്യവസ്ഥാപനം ഉണ്ടായതെങ്ങനെ എന്ന് വ്യക്തമാക്കുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരള പാണിനീയത്തിലെ 6 നയങ്ങളുടെ സ്വീകാര്യത വിശദമാക്കുക. പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരള പാണിനി ഉന്നയിക്കുന്ന 6 നയം ലീലാതിലകത്തിലെ കൂന്തൽ വാദവുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം തമിഴിൽ നിന്ന് ഉടലെടുത്തെന്ന വാദത്തിന്റെ തെളിവുകളായി AR രാജരാജവർമ്മ നിരത്തുന്ന 6 നയങ്ങൾ എന്തൊക്കെയാണ്? ആ തെളിവുകൾ പര്യാപ്തമാണോ? 12ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം തമിഴിൽ നിന്നുമുണ്ടായതാണെന്നതിന്റെ തെളിവുകൾ കണക്കാക്കുവാൻ കേരള പാണിനിയുടെ 6 നയങ്ങൾ പര്യാപ്തമാണോ? 13ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് AR രാജരാജവർമ്മ രൂപപ്പെടുത്തിയ 6 നയങ്ങൾ ഏവ? വിവരിക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരള പാണിനിയുടെ 6 നയങ്ങൾ തമിഴും മലയാളവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമാക്കുന്നു. ശരിയോ? എന്തുകൊണ്ട്? 15ാമത്തെ ക്വസ്റ്റ്യൻ, പുരുഷഭേദ നിരാസം എന്ത്, എങ്ങനെ? 16ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള ചർച്ചയിൽ കേരള പാണിനി അവതരിപ്പിക്കുന്ന 6 നയങ്ങൾ ഏതെല്ലാം? ഉദാഹരണ സഹിതം വിശദമാക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, 5 നാടുകൾ ഉൾപ്പെടുന്ന കേരളത്തിലെ കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചത് എന്ന വാദത്തിന് അവലംബമായി AR രാജരാജവർമ്മ അവതരിപ്പിച്ച ബാഹ്യവും ആഭ്യന്തരവുമായ തെളിവുകൾ എന്തെല്ലാം? ഈ തെളിവുകൾക്കെതിരെ പിൽക്കാല ഭാഷാ ഗവേഷകർ ഉന്നയിച്ച യുക്തികളേവ? ഇരുപക്ഷത്തെയും വാദമുഖങ്ങൾ വിമർശന ദൃഷ്ട്യാ പരിശോധിക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തെ തമിഴിൽ നിന്നും വേർതിരിക്കുന്നവയായി കേരള പാണിനി അവതരിപ്പിച്ച നയങ്ങൾ ഏവ? പുതിയ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ ഈ നയങ്ങളിൽ ചിലവയെങ്കിലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ? പരിചിന്തിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, AR രാജരാജവർമ്മ അവതരിപ്പിച്ച 6 നയങ്ങൾ കൊടുന്തമിഴ് മലയാളമായി പരിണമിക്കുന്നതിനെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ടോ? 20ാമത്തെ ക്വസ്റ്റ്യൻ, അതല്ലറിന്തേനണി വാനനങ്കൽ മടിന്തൂ വൈത്തൊരു കുറിഞ്ചിമാലൈ. ഈ പദ്യഭാഗം മലയാളമാകണമെങ്കിൽ ഏതെല്ലാം ഭാഷാ പരിണാമങ്ങൾ ആവശ്യമാണ്? ആ പരിണാമങ്ങളുടെ സാങ്കേതിക സംജ്ഞകൾ നൽകി വിവരിക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാട്ട് പ്രസ്ഥാനം, നിർവചനം, രാമചരിതം, പിൽക്കാല പാട്ടുകൃതികൾ, നിരണം കൃതികൾ, കൃഷ്ണഗാഥ എന്ന പാഠഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പാട്ടുഭാഷയും മണിപ്രവാള ഭാഷയും തമ്മിലുള്ള സംയോജനമായിരുന്നു നിരണം കാവ്യങ്ങളിൽ സംഭവിച്ചതെന്ന് പറയാമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലയാള കാവ്യ ഭാഷാ പരിണാമം രാമചരിതം, കണ്ണശകൃതികൾ, കിളിപ്പാട്ടുകൃതികൾ എന്നിവയെ മുൻനിർത്തി പരിശോധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
മലയാള ഭാഷയുടെ തനിമ പ്രകടമാക്കുന്ന കൃതിയായി കൃഷ്ണഗാഥയെ പരിഗണിക്കാനാകുമോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, രാമചരിതത്തിൽ നിന്ന് കൃഷ്ണഗാഥയിലെത്തുമ്പോൾ മലയാള ഭാഷയ്ക്കു സംഭവിച്ച വികാസ പരിണാമങ്ങൾ എന്തെല്ലാം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പാട്ടുകാവ്യങ്ങളുടെ ഭാഷാപരമായ സവിശേഷതകളെ കുറിച്ചുള്ള ലീലാതിലകത്തിലെ ശ്രദ്ധേയങ്ങളായ നിരീക്ഷണങ്ങൾ കാട്ടുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, രാമചരിത ഭാഷ ഒരു മിശ്ര ഭാഷയാണെന്ന അഭിപ്രായത്തിന്റെ യുക്തി പരിശോധിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരള പാണിനി നിർദ്ദേശിക്കുന്ന അനുനാസികാദി പ്രസരം തുടങ്ങിയ 6 നയങ്ങളും രാമചരിതത്തിൽ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടോ? പരിശോധിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പാട്ടിന്റെ നിർവചനം എന്ത്? അത് പൂർണ്ണമായും രാമചരിതം ഉൾക്കൊള്ളുന്നുണ്ടോ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, നിരണം കൃതികളുടെ ഭാഷാപരമായ സവിശേഷതകൾ വ്യക്തമാക്കുക. പത്താമത്തെ ക്വസ്റ്റ്യൻ, രാമചരിതവും രാമകഥാപാട്ടും തിരുവനന്തപുരത്ത് രചിക്കപ്പെട്ട കൃതികളാണ്. അവയിലെ ഭാഷ മലയാളത്തിന്റെ വികാസ ചരിത്രത്തിൽ ഏത് രൂപമായാണ് പ്രതിബിംബിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷ്ണഗാഥയിലെ ഭാഷയും തുള്ളൽ കഥകളിലെ ഭാഷയും പിൽക്കാല മലയാള ഭാഷാ സ്വരൂപത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു? സോദാഹരണം വിവരിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണശ രാമായണത്തിൽ നിന്നും കൃഷ്ണഗാഥയിലേക്ക് എത്തുമ്പോൾ ഭാഷയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ എന്തെല്ലാം? 13ാമത്തെ ക്വസ്റ്റ്യൻ, പാട്ടുലക്ഷണം പൂർണ്ണമായും യോജിക്കുന്ന കൃതിയാണോ രാമചരിതം? വിലയിരുത്തുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ സാഹിത്യത്തിലെ തെക്കും വടക്കും ഭേദങ്ങളെ കണ്ണശ കൃതികളും കൃഷ്ണഗാഥയും പ്രതിനിധീകരിക്കുന്നുണ്ടോ? 15ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷ്ണഗാഥയിലെ ഭാഷയുടെ സ്വഭാവം വ്യക്തമാക്കുക. ആ ഭാഷ അക്കാലത്തെ മറ്റു കാവ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നത് എങ്ങനെ? 2016ലും 2014ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, രാമചരിതത്തിൽ നിന്ന് കണ്ണശ കൃതികളിലേക്ക് വരുമ്പോൾ അവയുടെ ഭാഷയ്ക്ക് വരുന്ന മാറ്റങ്ങൾ വിശദമാക്കുക. 2016ലും 2006ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, പാട്ടിന്റെ ലക്ഷണത്തിന് ക്രമികമായുണ്ടായ പരിണാമങ്ങൾക്ക് നിദർശനമാണ് കണ്ണശ രാമായണം. നിരൂപിക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യകാല മലയാള ഭാഷയിലുണ്ടായ സംസ്കൃത വ്യാപനമാണ് ആധുനിക മലയാളത്തിന് രൂപം കൊടുത്തതെന്നുള്ള അഭിപ്രായം പരിശോധിക്കുക. 19th ക്വസ്റ്റ്യൻ, രാമചരിതത്തിന്റെ ഭാഷയെക്കുറിച്ച് പ്രമുഖ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സംഗ്രഹിക്കുക. 20, പാട്ടിന് ലീലാതിലകകാരൻ നൽകുന്ന നിർവചനം എന്ത്? രാമചരിതത്തിൽ നിന്ന് നിരണം കൃതികളിലേക്ക് വരുമ്പോൾ പാട്ടുഭാഷയ്ക്ക് സംഭവിക്കുന്ന പരിണാമം എന്തൊക്കെ? 21, ദ്രമിഡ സംഘാതാക്ഷര നിബന്ധമെന്ന വ്യവസ്ഥ പാട്ടുപ്രസ്ഥാനത്തിന്റെ മൗലിക ലക്ഷണമാണോ? 22, മലയാള ഭാഷയുടെ വളർച്ചയിൽ സംസ്കൃതം വഹിച്ച പങ്കെന്ത്? 23, പാട്ടും മണിപ്രവാളവും ഭാഷാ പ്രസ്ഥാനങ്ങളോ സാഹിത്യ പ്രസ്ഥാനങ്ങളോ? 2012ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 24, കൃഷ്ണഗാഥയിലെ ഭാഷ ആധുനിക മലയാളത്തോട് സാമീപ്യം പുലർത്തുന്നുണ്ടോ എന്ന് സോദോഹരണം പരിശോധിക്കുക. 25, ഭാഷാ സാംസ്കാരിക രംഗങ്ങളിൽ നിരണം കവികൾ തുടങ്ങിവെച്ച പരിഷ്കരണം പൂർണ്ണതയിൽ എത്തുന്നത് എഴുത്തച്ഛനിലാണ്. ചർച്ച ചെയ്യുക. 26, നിരണം കൃതികളുടെ ഭാഷാപരമായ പ്രത്യേകതകൾ പരിഗണിച്ച് പാട്ടുപ്രസ്ഥാനത്തിൽ അവയുടെ സ്ഥാനം എന്തെന്ന് നിർണയിക്കുക. 27, കൃഷ്ണഗാഥയുടെ ഭാഷാപരമായ സവിശേഷതകൾ സോദോഹരണം വിശദമാക്കുക. 28, പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും ഭാഷാപരമായ വ്യത്യാസങ്ങൾ സോദാഹരണം സമർത്ഥിക്കുക. 29, നിരണം കൃതികളുടെ ഭാഷാപരമായ സവിശേഷതകൾ ചൂണ്ടിക്കാട്ടുക. 30, കണ്ണശ കൃതികളുടെ ഭാഷാപരമായ സവിശേഷതകൾ ചൂണ്ടിക്കാട്ടുക. 31, കൃഷ്ണഗാഥയുടെ മഹത്വത്തിന് നിദാനം കവിയുടെ ആഖ്യാന പാടവമല്ല, അതിലെ ഹൃദ്യമായ മലയാള ഭാഷയാണ്. സ്വമതം സ്ഥാപിക്കുക. 32, രാമചരിതത്തിൽ നിന്നും കണ്ണശ കൃതികളിലേക്ക് കടക്കുമ്പോൾ ഭാഷയ്ക്ക് സംഭവിക്കുന്ന പരിണാമങ്ങൾ വിവരിക്കുക. 33, പാട്ടിന്റെ നിർവചനം എന്ത്? പാട്ടിന്റെ ലക്ഷണം മുഴുവനും കാണപ്പെടുന്ന കൃതിയാണോ രാമചരിതം? പരിശോധിക്കുക. 34, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കു വേണ്ടി സംസ്കൃത പണ്ഡിതന്മാരല്ലാത്ത കവികൾ രചിച്ച കാവ്യങ്ങളാണ് പാട്ടുസാഹിത്യം. പര്യാലോചിക്കുക. 35, നിരണം കൃതികളിൽ പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും ലക്ഷണങ്ങൾ
എത്രത്തോളം കലർന്നിരിക്കുന്നു എന്ന് പരിശോധിക്കുക. 36. നിരണം കൃതികളിലെ ഭാഷ എങ്ങനെ രാമചരിത ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു? 37. പാണ്ഡ്യ ഭാഷാ സാരൂപ്യം കേരള ഭാഷയിലെ പാട്ടിൽ ബാഹുല്യേന ഉണ്ടായിരിക്കും. ഈ പ്രസ്താവനയുടെ അർത്ഥവിവക്ഷ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. 38. കൃഷ്ണഗാഥയും നിരണം കൃതികളും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലുണ്ടായ കൃതികളാണെങ്കിലും ഇവയിലെ ഭാഷ തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു. ഇതിന് കാരണം എന്താവാം? 39. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ മെതുക മോനവൃത്ത വിശേഷയുക്തം പാട്ട്. പാട്ടിന്റെ ഈ ലക്ഷണം വിവരിച്ച് മലയാളത്തിലെ പിൽക്കാല പാട്ടുകളായ നിരണം കൃതികൾ, കൃഷ്ണഗാഥ, കിളിപ്പാട്ട് മുതലായവയ്ക്ക് ഈ ലക്ഷണത്തിൽ നിന്നുണ്ടായ വികാസ പരിണാമങ്ങൾ ഏവയെന്ന് വിശദമാക്കുക. ഓക്കെ, ഇതോടുകൂടി യൂണിറ്റ് 1 ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു ചർച്ച അവസാനിച്ചിരിക്കുന്നു. Thank you very much for listening me. We'll see you in next class. Thank you very much.